ഈ സിനിമ ഇറങ്ങിയപ്പോൾ പരാജയപ്പെട്ടതും പിൽക്കാലത്ത് കൾട്ട് ക്ലാസിക്കായി മാറിയതും പിന്നെ റിലീസ് ചെയ്ത് കളക്ഷൻ നേടിയതുമൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാൽ എന്നെ സംബന്ധിച്ച് ഇത് ആദ്യ കാഴ്ചയിൽ തന്നെ മികച്ചൊരു സിനിമയായിരുന്നു. 10-22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈകുന്നേരം ഏഷ്യാനെറ്റിലാണ് ഈ സിനിമ ഞാൻ ആദ്യമായി കാണുന്നത്. ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ, ഈ സിനിമയിൽ ഹൊറർ എലമെന്റുകളുണ്ട്, എന്നാൽ വെള്ളസാരിയിട്ട് ഒരു പ്രേതം ഫിസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുമില്ല. ഈ സിനിമയിൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള എലമെന്റുകളുണ്ട്. എല്ലാത്തിനുമുപരി അന്ന് എന്താണ് സംഭവിച്ചത്, അയാൾ എവിടെ, ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കൂടിയാണ് ഈ സിനിമ. ചെറുപ്പത്തിൽ ഇത് കണ്ടപ്പോൾ ഏറ്റവും പേടിപ്പെടുത്തിയ സീൻ, അല്ലെങ്കിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സീൻ എന്ന് പറയുന്നത് മുരളിയുടെ കഥാപാത്രം മരിക്കുന്ന സീനാണ്. ഒരു കഥാപാത്രം നിസ്സഹായനായി ചതുപ്പിലേക്ക് താഴ്ന്നിറങ്ങി പോകുന്ന പോലുള്ള ഒരു മരണം അതിനു മുമ്പ് ഞാനൊരു സിനിമകളിലും കണ്ടിരുന്നില്ല. പിന്നെ ഏറ്റവും ഗൂസ് ബംസ് കിട്ടിയ സീൻ എന്ന് പറയുന്നത് ഇത്രയും കാലം അവർ അന്വേഷിച്ച് നടന്നിരുന്ന ഒരാൾ അവരുടെ തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ ഒരു ചില്ലുകൂടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം നായികയും നായകനും തിരിച്ചറിയുന്ന ആ രംഗമാണ്. എനിവേസ്, അതിലെ മഹേശ്വറിന്റെ കഥാപാത്രം പോലെ തന്നെ സിനിമാ പ്രേമികൾ തേടിക്കൊണ്ട് നടന്നിരുന്ന നല്ലൊരു സൂപ്പർ നാച്ചുറൽ ത്രില്ലർ നമ്മുടെ ഭാഷയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് പിൽക്കാലത്ത് എല്ലാവരും തിരിച്ചറിഞ്ഞു.